ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. സംസ്ഥാന വികസനത്തിനായി നവകേരള വികസന ക്ഷേമ പഠന പരിപാടി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തി നടത്തുന്ന ഈ പഠനം ജനങ്ങളുടെ ആവശ്യവും പ്രതിസന്ധികളും ആഴത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേട്ട ശേഷം സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം. GST നിരക്ക് പരിഷ്കരണം സംസ്ഥാനത്തെ ലോട്ടറി മേഖലയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വരുമാനത്തിൽ കുറവ് ഉണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്താതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ സുപ്രീംകോടതിയിൽ നിന്നും NSS മാനേജ്മെന്റിന് ലഭിച്ച അനുകൂല തീരുമാനം മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷി നിയമനത്തിനായി സംസ്ഥാന ജില്ലാ തലങ്ങളിൽ രൂപീകരിച്ച സമിതികൾ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അതേസമയം തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് രംഗത്തുവന്നു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ശബരിമലയിൽ അന്വേഷണത്തിന് നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം 3 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് മലയിറങ്ങി. ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയും പൂർത്തിയായി. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ സ്റ്റോക്ക് രജിസ്റ്റർ, മഹസർ എന്നിവയും യഥാർത്ഥ സ്റ്റോക്കും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരം. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും സംഘം പരിശോധന നടത്തും. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് റാന്നി കോടതിയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒരു കേസിൽ 10ഉം മറ്റൊന്നിൽ 8ഉം പേരെയാണ് നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അന്വേഷണ സംഘം ഇന്ന് പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് തുറന്നു. വരും ദിവസങ്ങളിൽ പ്രതികളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നാളെ അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. പ്രവാസി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അവസരമുണ്ട്. scc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ്. ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് ചേംബറിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ കിണറുകൾ, ടാങ്കുകൾ അടക്കമുള്ള വിവിധ ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ തുടരുന്നതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഒരാഴ്ച നീളുന്ന പ്രത്യേക ശുചീകരണ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആഘോഷവേളകളിൽ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാനും ഉപയോഗിക്കുവാനും പാടുള്ളൂ എന്ന് സംസ്ഥാന സർക്കാർ. ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാനുള്ള സമയം രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള 2 മണിക്കൂറായി നിജപ്പെടുത്തി. കൂടാതെ ആശുപത്രികൾ, കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ നിശബ്ദ മേഖലകളുടെ 100 മീറ്ററിനുള്ളിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കുവാൻ പാടില്ലെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നു. പേരാമ്പ്രയിൽ പോലീസും UDF പ്രവർത്തകരും ആയുണ്ടായ സംഘർഷത്തിനിടെ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ആശുപത്രി വിട്ടു. മൂക്കിന്റെ എല്ലിന് പൊട്ടലേറ്റതിനെ തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടാണ് മടക്കം. അതേസമയം പേരാമ്പ്ര പോലീസ് അതിക്രമത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ശ്രീ ഷാഫി പറമ്പിൽ ലോക്സഭാ സ്പീക്കർക്ക് വീണ്ടും കത്ത് നൽകി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വിജയത്തിനായി വേണ്ടത് 58 റൺസ് മാത്രം. 121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റിന് 63 റൺസ് എന്ന നിലയിലാണ്. വിൻഡീസിന്റെ 2ാം ഇന്നിംഗ്സ് 390 റൺസിൽ അവസാനിച്ചിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം 3 പേർ പങ്കിട്ടു. നൂതന സാമ്പത്തിക വളർച്ച സംബന്ധിച്ച വിശദീകരണത്തിന് ജോവേൽ മൊകേർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് പുരസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.